ഇനി ഞാനിവിടെ നിൽക്കൂല. എനിക്കാരും വേണ്ട, ഞാൻ പോവാ എന്നും പറഞ്ഞ് മിയ പുറത്തേക്ക് പോകുന്നു. എന്നാലും അടിക്കണ്ടായിരുന്നു. ദേഷ്യം വരെ പിന്നെ പറഞ്ഞു അനുസരിക്കാൻ പറ്റില്ല. എന്തായാലും സോറി പറഞ്ഞേക്കാം. അങ്ങനെ ജെയിംസ് മിയനെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ മിയ അവിടെ ഒന്നും ഇല്ലായിരുന്നു. എങ്ങോട്ടാ പോയത്? മിയ, അതവളല്ലേ? ഞാനിനി ആ വീട്ടിലേക്ക് പോവില്ല. എനിക്കിനി അമൽ ബേബിനെ കാണുന്നുണ്ട്. എന്നെ ആർക്കും വേണ്ടല്ലോ. അപ്പൊ അമൽ ബേബിക്കും എന്നെ വേണ്ടായിരിക്കും. ഞാൻ ചാവാൻ പോവാ. എന്നെ ആർക്കും വേണ്ട. അമൽ ബേബി ചീത്തയാ. അമൽ ബേബിക്ക് എന്നെ ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല അമൽ ബേബിനെ. അമൽ ബേബി ഞാനിനി മിണ്ടൂല. അമൽ ബേബി എന്നെ അടിച്ചു. അമൽ ബേബി ചീത്തയാ. ഓ, മനുഷ്യനെ കൊല്ലാനായിട്ട് ഇവിടുത്തെ എങ്ങോട്ടാ പോയ? ഇവിടെ ആയിരുന്നല്ലോ. മിയോ, ഇവിടെ ഒന്നുമില്ല. എനിക്ക് വേദനിക്കും. എന്നെ അടിച്ചു. എനിക്ക് വേദനിക്കും. ഓ, ഇവിടെ ഉണ്ടായിരുന്ന രാജകുമാരി മിയോ. എന്താ വേണ്ട? ഓ, ഇപ്പൊ കരഞ്ഞോണ്ട് വന്നതാ. വാ പോവാ. ഞാൻ എന്തിനാ നിങ്ങളെ കൂടെ വരണേ? നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. പോകോ. നിങ്ങൾ എനിക്ക് അറിയില്ല. ഓ മിയ, നീ കളിക്കല്ലേ, വന്നേ. പോടാ പോ, എനിക്കറിയില്ല. പോ. അപ്പോഴാണ് നമ്മുടെ ജെയിംസ് മിയയുടെ ഫേസിലേക്ക് നോക്കുന്നത്. എന്തിനാ നോക്കുന്ന? എന്തിനാ നോക്കുന്ന? എന്റെ അടുത്തേക്ക് വരണ്ട. എനിക്ക് എങ്ങനെ പേടിയാ. പോ. സോറി, ഞാനത് അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തതാ. സോറി. എനിക്കാരുടെ സോറി ഒന്നും വേണ്ട. പൊക്കോ. എനിക്ക് ആരുമില്ല. എനിക്ക് അമൽ ബേബിനെ ഇഷ്ടമല്ല. എനിക്ക് അമൽ ബേബിനെ പേടിയാ. പോ. അമൽ ബേബിനെ എനിക്കറിയില്ല. എനിക്കറിയില്ല. പോ. എനിക്ക് പേടിയാണ്. നിനക്കെന്നെ അറിയില്ല? ഇല്ല. നിനക്കെന്നെ ഇഷ്ടമല്ല? അല്ല. എന്നെ പേടിയാ? അമൽ ബേബി എന്നെ അടിച്ചില്ല. എനിക്ക് പേടി. ഇങ്ങോട്ട് വാ. വേണ്ട.